ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച നമ്മൾ ആണ്ടുവട്ടത്തിലെ 12ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ വായിച്ചു കേൾക്കുന്ന വചനഭാഗം യേശുനാഥൻ കടലിനെ ശാന്തമാക്കുന്ന രംഗമാണ്. വൈകുന്നേരമായപ്പോൾ മറുകരയിലേക്ക് പോകാം എന്ന് ശിഷ്യന്മാരോട് യേശു പറയുന്നു. അവർ മറുകരയിലേക്ക് പോകുമ്പോൾ മറ്റു വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റുണ്ടാകുന്നു. തിരമാലകൾ വഞ്ചിയിലേക്ക് അടിച്ചു കയറുന്നു. ആ സമയത്ത് യേശു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുന്നു. യേശുനാഥൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. ഇപ്രകാരം അവിടെ വലിയ ശാന്തതയുണ്ടായി. എന്നാൽ ആ ശാന്തതയിൽ ബൈബിൾ രേഖപ്പെടുത്തുന്നത് ശിഷ്യന്മാർ അതിയായി ഭയപ്പെട്ടുവെന്നാണ്. കടലിൽ കാറ്റും തിരമാലകളും ഉയരുമ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ എല്ലാം ശമിച്ചു കഴിയുമ്പോൾ അവർ അതിയായി ഭയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തുന്നു. ഈ ഒരു സംഭവം പലപ്പോഴും ഒരു ഉപമയായിട്ടാണ് ചിത്രീകരിക്കാറ്. കാരണം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഏതൊരു കാലഘട്ടത്തിലും ഇതിൻ്റെ അലയടികൾ നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷത്തിൻ്റെ ആരംഭഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, നമുക്ക് മറുകരയിലേക്ക് പോകാമെന്ന്. എപ്പോഴും ഒരു സ്ഥലത്ത് മാത്രം തങ്ങി നിൽക്കുന്ന യേശുവിനെയല്ല നമ്മൾ കാണുക, മറിച്ച് നിരന്തരമായ യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് സുവിശേഷങ്ങളിൽ യേശുവിനെ ചിത്രീകരിക്കുന്നത്. നമ്മുടെ വിജയങ്ങളിലും ഒക്കെ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല. യേശുനാഥൻ ശിഷ്യന്മാരോട് പറയുന്നത് നമ്മൾക്ക് മറുകരയിലേക്ക് പോകാമെന്നാണ്. അതിനർത്ഥം പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടങ്ങളിൽ തങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന യേശുനാഥൻ്റെ ആജ്ഞ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. നമുക്ക് മറുകരയിലേക്ക് പോകാം. നമ്മൾ എന്തുമാത്രം പ്രാധാന്യം പ്രേക്ഷിത പ്രവർത്തനത്തിന് കൊടുക്കുന്നുണ്ട്. സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ എന്തുമാത്രം തീവ്രമായി പ്രയത്നിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലിയിടങ്ങളിലും നമ്മളായിരിക്കുന്ന മറ്റ് പല ഇടങ്ങളിലും ഈ സുവിശേഷ വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ നിശബ്ദരായിരിക്കുമ്പോൾ അവിടെ ക്രിസ്തീയ ചൈതന്യം ഇല്ലാതാവുകയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മ ശക്തികളും നമ്മുടെ മേൽ വിജയം വരിക്കുമ്പോൾ യഥാർത്ഥമായ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഇപ്രകാരം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കാണുന്ന ഒരു ചിന്ത ഇതാണ്: യഥാർത്ഥ പ്രേക്ഷിതരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് യേശുനാഥൻ പറയുക. എന്നാൽ പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ അതിരുകളിൽ നമ്മൾ തട്ടി നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത്. യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം പകർത്തുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അവർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലും എപ്പോഴും കൊടുങ്കാറ്റുകൾ അലയടിക്കുന്നുണ്ട്. എന്ന് മാത്രം പ്രശ്നങ്ങളോടെയാണ് നമ്മൾ കടന്നു പോവുക. വലിയ കൊടുങ്കാറ്റുകളിലും തിരകളിലും വഞ്ചി ഉലയുമ്പോൾ യേശു ശാന്തനായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സുവിശേഷകൻ ചിത്രീകരിക്കുന്നത്. അവർ യേശുവിനെ വിളിച്ചുണർത്തുന്നു. അവിടുന്ന് ഉണർന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ മൗനം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ലോകത്തിൽ തിന്മകൾ നന്മയെ പ്രതിരോധിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ വലിയ മൗനത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കുന്നത്? എന്നാൽ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തിനെ ഉണർത്തുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളെ നേരിടുക. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്രകാരം ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും രക്ഷപ്പെടുന്നതാണ്. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മറ്റു വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നുവെന്ന്. ഒരാൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ കൂടെയുള്ള വ്യക്തികളെയും ദൈവം രക്ഷിക്കുന്നു എന്ന മഹത്തരമായ
ഒരു കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുക. നമ്മുടെ ജീവിതം വഴിയായി, നമ്മുടെ വിശ്വാസ ജീവിതം വഴിയായി നമ്മുടെ കൂടെയുള്ള വ്യക്തികളെയും രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസമില്ലായ്മയാണ് ഭയത്തിൻ്റെ കാരണം എന്ന് യേശു നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടുകൾ കടന്നു വരുന്നത് യഥാർത്ഥമായ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. വലിയ ഉയരത്തിൽ നിന്നും എടുത്തു ചാടുമ്പോൾ താഴെ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ നമ്മെ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം അവിടെയുണ്ട് എന്ന പ്രത്യാശയാണ് യഥാർത്ഥമായ വിശ്വാസം. വിശുദ്ധ കാതറിൻ തൻ്റെ ജീവിതത്തിൽ തിന്മകളോട് പോരാടുമ്പോൾ ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരു രാത്രിയിൽ തിന്മയ്ക്കെതിരെ ശക്തമായി അവൾ പോരാടുമ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവെ സഹായിക്കണമേ എന്ന്. എന്നാൽ വലിയ നിശബ്ദതയാണ് അവിടെ ഉണ്ടാവുക. ഏറ്റവും ഒടുവിൽ ഒരു വിധത്തിൽ ആ പരീക്ഷണത്തെ തരണം ചെയ്ത് കഴിയുമ്പോൾ അവൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രമാത്രം തീവ്രമായ ഒരു പരീക്ഷണത്തിലൂടെ കടന്നുപോയപ്പോൾ നീ എവിടെയായിരുന്നുവെന്ന്. അപ്പോൾ യേശു അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ ഹൃദയത്തിലിരുന്നു കൊണ്ട് നീ പടവെട്ടുന്നത് നോക്കിക്കാണുകയായിരുന്നു, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയായിരുന്നു എന്ന്. ഇപ്രകാരം പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ മൗനമായിരിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചിന്തയിലേക്ക് കടന്നു വരിക. നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അവിടുന്ന് നമ്മൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത വരുമ്പോൾ ഒരു ഭയത്തിനും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന യേശുവിൻ്റെ ചോദ്യം നമുക്ക് ആവർത്തിക്കാം. യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ ഇപ്രകാരം സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ്, അവർ അതിയായി ഭയപ്പെട്ടുവെന്ന്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ ഭയപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ എല്ലാം ശമിച്ച് എല്ലാം ശാന്തമായി കഴിയുമ്പോൾ അവർ അതിയായി ഭയപ്പെട്ടു എന്ന് പറയുന്നു. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടുണ്ടാകും. കാരണം ഇത്രമാത്രം വിശുദ്ധി നിറഞ്ഞ ഒരിടത്തിൽ ഒരു വിശുദ്ധിയുമില്ലാത്ത ഞാൻ എപ്രകാരം നിലനിൽക്കും? ഈ ഒരു അവസരത്തിൽ ദൈവം നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് യാചകൻ്റെ പ്രാർത്ഥനയാണ്. ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ വിശുദ്ധിയുടെ മുന്നിലിരിക്കുമ്പോൾ ആ ഒരു പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്കും നൽകണമേ എന്ന് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. കടലിനെ ശാന്തമാക്കുന്ന ഈ ഒരു സംഭവത്തിലൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഇടപെടട്ടെ. നമ്മൾ യഥാർത്ഥ പ്രേക്ഷിതരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകളുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇരുണ്ട രാത്രികൾ കടന്നു വരുമ്പോൾ കർത്താവിനെ വിളിച്ചുണർത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ അഭാവമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരുന്നു കൊണ്ട് പടപൊരുതാം. അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തിനെ വിളിച്ചുണർത്തുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും അവിടുന്ന് രക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന വ്യക്തികളായി ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.